നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ഫ്രണ്ട്. പിന്നെ ഞങ്ങളുടെ എല്ലാം ബർത്ത്ഡേ ഓർത്ത് തരുന്ന ആ ആഴ്ചകൾ ഓർഗൻ പഠിപ്പിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, മിക്കവാറും ആംവേഡിയ ഒരു ഗിഫ്റ്റും കൊണ്ടുത്തരും. അപ്പോൾ ഈ മരിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ പനിയും ചുമയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞാനല്ല കൊണ്ടുപോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ മരുന്നൊക്കെ കൊടുത്ത് ആൻറ്റിബയോട്ടിക് കൊടുത്ത് വിട്ടു. അപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം ആയപ്പം കണ്ടീഷൻ മോശമായെന്ന് അവിടുന്ന് അവർ വിളിച്ചു പറയും, ചെന്ന് നോക്കുകയും ചെയ്തു. കൃത്യമായിട്ട് ക്ലോക്ക് ബെല്ല് അടിക്കുന്നല്ല അവിടെ വരും, കൃത്യം 1 മണിക്കൂർ ഇരിക്കും. അത് കഴിഞ്ഞൊരു ചായയും കുടിച്ച് പോരുമായിരുന്നു. സംസാരം തീരെ കുറവായിരുന്നു. സംസാരിക്കും, വളരെ ചെറിയ സൗണ്ടിലാണ് കേൾക്കുന്നത്. പക്ഷേ ഈ അവസാനം പോയപ്പോഴൊന്നും സംസാരിക്കത്തില്ല, വളരെ മോശമായിരുന്നു. പേപ്പറിൽ കണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ കൂടി വന്നതരാവില്ല, പക്ഷെ അതൊന്നും കാണാം ഇന്നലെ അടക്കിയെന്ന്. നമസ്കാരം. 10 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള കൂട്ടക്കുരുതി, സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കുടുംബത്തിലുള്ള ഒരു ബന്ധുവിനെ അടക്കം വീട്ടിനുള്ളിൽ വെച്ച് കൊന്നുകളഞ്ഞ സംഭവം. ആ ഒരു വീടിന് മുമ്പിലാണ് നമ്മളുള്ളത്. നന്ദൻകോട് കൂട്ടക്കൊലപാതകം നടന്ന വീടിന് മുന്നിൽ ഇന്നിപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കൊലപാതകത്തിലുള്ള പ്രതിയുടെ കുടുംബത്തിൽ ബാക്കിയായിട്ടുള്ള ഏക വ്യക്തിയായ പ്രതിയായ കേടലിന്റെ അമ്മാവൻ മരണപ്പെട്ടു എന്നുള്ള വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടെ ഈ വീടും അതേപോലെ തന്നെ ഇപ്പോൾ അമ്മാവന്റെ വീടും ഉൾപ്പെടെ എല്ലാം അനാഥമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കൂട്ടക്കൊലപാതക കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു, അതായത് 1ാം സാക്ഷിയായിരുന്നു കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പ്രതിയായിട്ടുള്ള കേടൽ ജീൻസൺ രാജയുടെ അമ്മാവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന എല്ലാ സമ്പാദ്യങ്ങളും സ്വന്തം സഹോദരിക്ക് നൽകിയതായിരുന്നു. അതായത് കേടലിന്റെ അമ്മയ്ക്കാണ് നൽകിയിരുന്നത്. തന്റെ വീടും പറമ്പും കേടലിന്റെ സഹോദരിക്ക് നൽകുമ്പോൾ ആകെയുള്ള ആവശ്യമെന്ന് പറയുന്നത് തന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാസം ഒരു 50,000 രൂപ തനിക്ക് നൽകാമെന്നുള്ള ധാരണയിലായിരുന്നു കാര്യങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ ഈ ഒരു തന്റെ സമ്പാദ്യം മുഴുവൻ ആ അമ്മാവൻ തന്റെ സഹോദരിക്ക് നൽകി 3 മാസങ്ങൾക്ക് ഇപ്പുറത്തേക്ക് നോക്കുമ്പോഴാണ് കേടൽ ഈ പറയുന്ന സഹോദരിയെയും അവരുടെ ബന്ധുക്കളെയും അടക്കം, അതായത് കേടലിന്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും അടക്കം കൊലപ്പെടുത്തുന്നത്. അതായത് പിന്നീട് ഈ പറയുന്ന അമ്മാവന് സ്വന്തം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാർഗവും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഏകദേശം 6,000-ഓളം രൂപ മാസം മരുന്നുകൾക്ക് വേണ്ടി മാത്രം വേണ്ടിവരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കേസിൽ മുന്നോട്ട് നിയമ പോരാട്ടവുമായിട്ട് ഇദ്ദേഹം സജീവമായിട്ട് തന്നെ രംഗത്തുണ്ടായിരുന്നു. പലതവണ നന്ദൻകോട് കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള കേടലിനെ ജയിലിൽ പോയി കണ്ടിട്ടുണ്ട് ഈ പറയുന്ന അമ്മാവൻ. പ്രധാനമായിട്ടും തന്റെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി തനിക്ക് അവകാശപ്പെട്ടുള്ള താൻ നൽകിയിട്ടുള്ള ഈ വീടും പറമ്പും തനിക്ക് തിരിച്ചു നൽകണം എന്നുള്ള ആവശ്യമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ പ്രതിയായിട്ടുള്ള ഈ നന്ദൻകോട് കൊലപാതകത്തിലെ പ്രതി അയാൾ അത് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ നിയമ പോരാട്ടങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്നിപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടെ ഈ വീടും അതുപോലെ തന്നെ അമ്മാവന്റെ വീടും ഒക്കെ അനാഥമായി കിടക്കുകയാണ് എന്നുള്ളതാണ്. കേതലിന്റെ അമ്മാവൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം, അതായത് ഉള്ള സമ്പാദ്യമൊക്കെ സ്വന്തം സഹോദരിക്ക് കൊടുത്ത് തൊട്ട 2-3 മാസങ്ങൾക്ക് ഇപ്പുറത്തേക്കാണ് ആ സഹോദരിയുടെ മകൻ ഇത്തരത്തിലൊരു കൂട്ടക്കൊലപാതകം നടത്തുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട നാട്ടുകാർക്കടക്കം വലിയൊരു സങ്കടമായിരുന്നു. ഇന്നിപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു നാട്ടുകാരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കേതലിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ അമ്മാവനെ കുറിച്ചുമുള്ള ഓർമ്മകളൊക്കെയാണ് ഇപ്പോൾ ഇവര് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എന്താ പറയണ്ടേ, കേടലിനെ കുറിച്ച് ഇപ്പൊ ഒന്നും ഞാൻ പറയുന്നില്ല. ജോസിനെ കുറിച്ചാണെങ്കിൽ ജോസ് നല്ലോണം ഓർഗൻ വായിക്കാൻ പഠിപ്പിക്കും. എൻ്റെ മൂത്ത മോളെ ഓർഗൻ വായിപ്പിക്കാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ട് ക്ലോക്ക് ബെല്ല് അടിക്കുന്നല്ല അവിടെ വരും, കൃത്യം 1 മണിക്കൂർ ഇരിക്കും. അത് കഴിഞ്ഞൊരു ചായയും കുടിച്ച് പോരുമായിരുന്നു. സംസാരം തീരെ കുറവായിരുന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ മാത്രം ഞാൻ കാറിൽ ഇങ്ങോട്ട് ഇറങ്ങും, പാവം നടന്നു വരണ്ടെന്ന് ഓർത്തുകൊണ്ട് അങ്ങോട്ട് കറക്റ്റായിട്ട് നടന്നു വരും. സംസാരമൊന്നുമില്ല, നല്ല കൃത്യമായിട്ട് ഓർഗൻ പഠിപ്പിക്കും. നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ഫ്രണ്ട്. പിന്നെ ഞങ്ങളുടെ എല്ലാം ബർത്ത്ഡേ ഓർത്ത് തരുന്ന ആ ആഴ്ചകൾ ഓർഗൻ പഠിപ്പിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, മിക്കവാറും ആംവേഡിയ ഒരു ഗിഫ്റ്റും കൊണ്ടുത്തരും. അപ്പം നമ്മൾ ബർത്ത്ഡേ അന്ന് വിളിക്കും, വന്ന് ലഞ്ച് എന്താണെന്ന് കഴിച്ചിട്ടും പോകും.
വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ട് അറിയായിരുന്നു. എന്തോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. ഉള്ളതായിട്ട് അറിയായിരുന്നു. ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് കാണാൻ വന്നു. പക്ഷെ അന്ന് കാണാൻ പറ്റിയില്ല. ഞാൻ തന്നെ അവിടെ പോകാറില്ല. ഇവിടെയൊക്കെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അന്ന് ഇവിടെയൊക്കെ ഇവരാരും ഇല്ലായിരുന്നു. അതുകൊണ്ട് അന്ന് കയറാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തോ ഞാൻ മിസ്സായി. എങ്ങനെയാ അറിഞ്ഞത്? ഇന്ന് പേപ്പറിൽ കണ്ട് അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ പോടി വന്നത് രാവിലെ. പക്ഷെ അതൊന്നും കാണാൻ ഇന്നലെ അടക്കിന്ന് കാണാൻ പറ്റിയില്ല. ഇവിടെ എങ്ങനെയായിരുന്നു? അവിടെ തന്നെയായിരുന്നു താമസിച്ചത്? തന്നെ താമസിച്ചിരുന്ന ജോലിക്കാരും ഉണ്ടായിരുന്നു. അവരെല്ലാം നോക്കുന്നത്. അവസാന നിമിഷം കയ്യില് പൈസയൊന്നും ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊക്കെ വാർത്തകളുണ്ട്. കുഴപ്പമില്ല. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ വാർത്തയും എല്ലാപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. അല്ല, സുഹൃത്തുക്കളാണ് മരുന്നിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ അസോസിയേഷൻകാരാണ് എല്ലാം ചെയ്തിരുന്നത്. പിന്നെ ഞാൻ അതിലേക്കൊന്ന് നോക്കാൻ ആളുണ്ടായിരുന്നു. ആരെന്നൊന്നും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നോക്കാൻ ആളുണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ടു. എന്നാലും എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. കണ്ടൻകോട് കൊലപാതകത്തിലെ കേഡലിന്റെ അമ്മാവനായിട്ടുള്ള ജോസുന്ദറിന്റെ വീടാണ് ഇത്. ഈ ഒരു വീടും വസ്തുവുമായിരുന്നു ഈ പറയുന്ന കേഡലിന്റെ അമ്മ, അതായത് മരണപ്പെട്ട ജോസുന്ദറിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇഷ്ടദാനമായിട്ട് എഴുതി നൽകിയിരുന്നത്. ഇവിടെ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. വർഷങ്ങളായിട്ട് അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഒരു സ്ത്രീ സഹായത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സമീപ പ്രദേശവാസികളും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വിവരം. തുടക്കം മുതൽ തന്നെ ഈ സംഭവത്തിന് മുമ്പ് തന്നെ നോക്കാനുള്ള എല്ലാ സാമ്പത്തിക സഹായവും സഹോദരി നൽകുമെന്നുള്ള ഉറപ്പിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വീടും പറമ്പും ഒക്കെ എഴുതി നൽകിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഉണ്ടായിട്ടുള്ള ഒരു കൂട്ടക്കൊലപാതകം, അതിൽ അദ്ദേഹത്തിന്റെ സഹോദരി ഉൾപ്പെടെ കേഡലിന്റെ കുടുംബത്തിലുള്ള 4 ആളുകൾ മരണപ്പെടുകയായിരുന്നു. കേഡലിന്റെ അമ്മയും അച്ഛനും സഹോദരിയും അതുപോലെ തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു ബന്ധുവായിട്ടുള്ള സ്ത്രീയുമാണ് കേഡലിന്റെ ക്രൂര കൊലപാതകത്തിന് ഇരയാകേണ്ടി വന്നത്. ജോസ് സുന്ദറിന്റെ അയൽവാസികളടക്കം ഇവിടെ ഇപ്പോൾ ഉണ്ട്. അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ടായിരുന്നു അദ്ദേഹത്തെ. അതെ, വല്ലപ്പോഴും കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഈ മരിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ പനിയും ചുമയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞാനല്ല കൊണ്ടുപോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ മരുന്നൊക്കെ കൊടുത്ത് ആൻറ്റിബയോട്ടിക് കൊടുത്ത് വിട്ടു. അപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം ആയപ്പം കണ്ടീഷൻ മോശമായെന്ന് അവിടുന്ന് അവർ വിളിച്ചു പറയും. ചെന്ന് നോക്കുകയും ചെയ്തു. അപ്പോൾ ചെന്ന് കണ്ടപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ അഡ്വൈസ് ചെയ്യുകയും അങ്ങനെ ജൂബിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു കണ്ടീഷൻ മോശമാണ്, ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ICUയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞ് ഞാൻ ICUയിലേക്ക് മാറ്റി. അവിടെ നല്ല കെയർ കിട്ടി. പക്ഷെ നെക്സ്റ്റ് അടുത്ത ദിവസമാണെന്ന് തോന്നുന്നു രാത്രി മരണപ്പെട്ടു. എന്തോ ഹെൽപ്പൊക്കെ ചെയ്തിരുന്നത് ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ സഹായിച്ചു. ഞാൻ വൈഫും കൂടെ പോയായിരുന്നു. ആംബുലൻസിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഒരു തമ്പി എന്നൊരു അദ്ദേഹമാണ് കൊണ്ടുപോയത്. പിന്നെ ഹോസ്പിറ്റലിൽ റെസ്പോൺസിബിലിറ്റി എടുത്തത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ് ഒരു എഞ്ചിനീയർ രാജേന്ദ്രനുണ്ട്. അദ്ദേഹമാണ് കുറേ നാൾ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ അന്വേഷിക്കുന്നത്. ഫൈനാൻഷ്യലായിട്ട് കൂടുതൽ സഹായിച്ചത് LMS പള്ളി സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചർച്ച്. പിന്നെ അതിലുപരിയായിട്ട് അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ്സ് CET കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ബാച്ച്മേറ്റ്സ് ആൾക്കാർ ഫ്രണ്ട്സാണ് മാക്സിമം ഫൈനാൻഷ്യലായിട്ട് സഹായിച്ചത്. അവർ കുറേ നാൾ കൊണ്ട് സംഭാവനയായിട്ട് നല്ല ഒരു എമൗണ്ട് അവർ പിരിച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ MM ചർച്ചിന് ആവശ്യാനുസരണം സഹായിക്കുന്നുണ്ടായിരുന്നു. കാണാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു? സംസാരിക്കും, വളരെ ചെറിയ സൗണ്ടിലാണ് കേൾക്കുന്നത്. പക്ഷേ ഈ അവസാനം പോയപ്പോഴൊന്നും സംസാരിക്കത്തില്ല. വളരെ മോശമായിരുന്നു. ആ കുടുംബത്തിൽ അവശേഷിച്ചിരുന്ന ആകെ ഒരു വ്യക്തി മാത്രമായിരുന്നു ഈ പറയുന്ന കേഡലിന്റെ അമ്മാവൻ. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം മരണപ്പെടുന്നത്. ഈ കേസിലെ ഈ കേസിലെ പ്രധാന സാക്ഷിയായിരുന്നു, 1-ാം സാക്ഷിയായിരുന്നു കേഡലിന്റെ അമ്മാവൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കേസ് വിധി വന്നപ്പോൾ 15 ലക്ഷം രൂപ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ തുക കൈപ്പറ്റും മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ്.
അതുപോലെ തന്നെ 3 ആഴ്ചയ്ക്ക് മുമ്പ്, അതായത് ഈ സംഭവത്തിൽ കേഡലിന് ആജീവനാന്ത ജയിൽ ശിക്ഷ വിധിച്ച് 3 ആഴ്ച പിന്നിട്ടപ്പോൾ ജോസ് ഇദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്ന ജോസിന് പൊതുമരാമത്ത് വകുപ്പിൽ ജോലിയടക്കം ലഭിച്ചപ്പോൾ അത് വേണ്ട എന്ന് വെച്ച് വീട്ടുകാര്യങ്ങൾ നോക്കി ജീവിക്കാൻ തീരുമാനിച്ചിരുന്ന ആളായിരുന്നു കേഡലിന്റെ അമ്മാവൻ. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ വീടും പുരയിടവും ഒക്കെ തന്റെ സഹോദരിക്ക് എഴുതി നൽകുന്നത്. പക്ഷേ ഇഷ്ടദാനം നൽകിയ 3 മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഒരു കൂട്ടക്കൊലപാതകം നടക്കുകയും ജോസിന് തന്റെ ഉറ്റവരെയെല്ലാം നഷ്ടപ്പെടുകയുമായിരുന്നു. ജീവിക്കാനുള്ള വരുമാനം കൂടെയാണ് ഇതോടൊപ്പം നഷ്ടപ്പെട്ടിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായിരുന്നു എന്നത് പല റിപ്പോർട്ടുകളിലൂടെയും പുറത്തു വന്നതാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് സാമ്പത്തിക സഹായം അത് ആവശ്യമായി വന്നു. അങ്ങനെയാണ് അദ്ദേഹം നിയമ പോരാട്ടങ്ങളിലേക്കൊക്കെ കടക്കുന്നത്. എന്തായാലും നന്തൻകോട് കൊലപാതകം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച കൂട്ടക്കുരുതി തന്നെയായിരുന്നു അത്. 15 ലക്ഷം രൂപ പിഴയും ജയിൽ കഠിന തടവുമാണ് കേഡലിന് ഈ ഒരു കേസിൽ വിധിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രതിയുടെ പ്രായമടക്കം കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത്. ആ ഒരു സമയത്ത് പോലും, അതായത് 15 ലക്ഷം രൂപ പിഴയായിട്ട് തനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ പോലും ഈ പറയുന്ന കേഡലിന്റെ അമ്മാവനെ സംബന്ധിച്ച് വളരെ നിരാശ തന്നെയായിരുന്നു. കാരണം തനിക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു ആരുമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ച ഒരു സംഭവമാണത്. എത്ര വലിയ സാമ്പത്തിക നേട്ടം ഇതിലൂടെ ഉണ്ടായാൽ പോലും തനിക്ക് ഉറ്റവരെന്ന് പറയാൻ ആരുമില്ലാത്തതിന്റെ സങ്കടം അദ്ദേഹത്തിന്റെ മരണസമയത്ത് പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും വളരെ സങ്കടം നിറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഈ വീട് കടന്നു പോകുന്നത്. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തെ സഹായിച്ചിരുന്ന ഒരു സ്ത്രീയും അതുപോലെ തന്നെ അവരുടെ ചില സുഹൃത്തുക്കളും ഒക്കെ ഈ വീട്ടിൽ സംഭവ വിവരം അറിഞ്ഞ് എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ പറയാനുണ്ടായിരുന്നത് ഇങ്ങനൊരു മരണം അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളത് തന്നെയാണ്.